നമസ്കാരം. ചേഞ്ച് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചേഞ്ച് എന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഒരു ചേഞ്ച് ഇല്ലേ? ഇന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് വിജി ചേട്ടൻ എന്ന് വിളിക്കുന്ന വിജി തോമസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ട സഹോദരനാണ് ഇപ്പൊ വരുന്നത്. എന്ന് പറഞ്ഞ് നമ്മുടെ ആരുടെ ബന്ധുക്കാരെന്നുള്ളതല്ല, ജ്യേഷ്ഠ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ തന്നെ വിളിക്കണ്ടേ? 30 വർഷത്തോളം ഇന്ത്യൻ കരസേനയുടെ ഒപ്പം ജോലി ചെയ്ത, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്ത ആ ചേട്ടനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചേട്ടാ, ഞങ്ങള് ചേട്ടനെ സെലക്ട് ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൗതുകമുണ്ട്. കരസേന, വ്യോമസേന, വായുസേന എന്നൊക്കെ പറയുന്ന കൗതുകമുണ്ട്. ചേട്ടന് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. ചേട്ടന് ഇത്ര കാലം എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്? 30 വർഷം അടുത്തുള്ള ജോലി. എത്ര വർഷം ഉണ്ട്? 30 വർഷം. ആ 30 വർഷം ചേട്ടൻ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ചേരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കായിട്ടല്ല നമ്മൾ ചേരുന്നത്, അതൊരു പാഷനാണ്. അത് ഹൃദയത്തിൽ വരണം. ജോലിക്കായി പോകുന്ന ഒരാള് ചെയ്തു വന്നു എന്ന് പറയാൻ അതിനകത്ത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പക്ഷെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ആർമി ജോലി ചെയ്ത് വരുമ്പോൾ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. അതൊരു സേവനം കൂടെ അല്ലേ? സേവനത്തെക്കാൾ രാജ്യത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. കാരണം ഞാൻ ഇതിനകത്ത് ചേരാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. കാരണം ഒരു 10-15 പ്രാവശ്യം ട്രൈ ചെയ്ത ശേഷമാണ് ഇതിനകത്ത് കയറാൻ പറ്റുക. കാരണം ഞാൻ ഓരോ പ്രാവശ്യം ചേരുമ്പോൾ അത് ഫിറ്റല്ല, ഇത് ഫിറ്റല്ല എന്ന് പറയും. അതിനുവേണ്ടി ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് സെലക്ട് ആയത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും കാലം താങ്കൾ എത്ര വർഷം ചെയ്തു? 30 വർഷം. ഈ 30 വർഷം ജോലി ചെയ്തതിൽ താങ്കൾക്ക് മനസ്സിൽ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് കാണുമല്ലോ, അല്ലെ എന്തെങ്കിലും സംഭവങ്ങൾ കാണുമല്ലോ? അതിലൊരു കാര്യം താങ്കൾക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റുമോ? ഞാൻ കാശ്മീരിൽ ശ്രീനഗറിൽ എന്ന ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ്റെനൻസ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്കൊക്കെ നടക്കുന്നത് 6 മാസം മാത്രമാണ്. 6 മാസം മഞ്ഞ് പെയ്ത് കാരണം 6 മാസം ജോലി, 6 മാസം പേപ്പർ വർക്ക് എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പം ഞങ്ങളുടെ വർക്ക് ഒരു 6 മാസത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യം ഒരു റോഡിന്റെ വർക്ക് നടക്കുമ്പോൾ ഭയങ്കര ചൂടും ഇതുമെല്ലാമായിട്ട് ഭയങ്കര തലവേദന. അപ്പൊ എന്റെ ഡോക്യുമെന്റിന്റെ ഒരു ചാവി ഞാൻ ടേബിളിൽ മറന്നുപോയി. അപ്പൊ ആ ബുക്കൊക്കെ ഒരു 100 വർഷം വരെ റെക്കോർഡിങ്ങിന് വേണ്ടി വെക്കേണ്ട ബുക്കാണ്. അത് മിസ്സായാലും അത് ഭയങ്കര കോൺസിക്വൻസസ് വരുന്നതായതുകൊണ്ട് ഞാൻ ആ ചാവി എടുക്കാനായിട്ട് തിരിച്ചു വരുമ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ മിലിറ്ററി ഹോസ്പിറ്റലാണ് 92 ബേസ് ഹോസ്പിറ്റൽ. അതിന്റെ 92 ബേസ് ഹോസ്പിറ്റൽ അതിന്റെ എന്റെ ഓഫീസിന് തൊട്ടടുത്താണ്. അതിന്റെ ICU, ട്രോമ കെയറും അല്ല എന്റെ ഓഫീസിൽ നേരെ തുറന്ന കാണുന്ന അതാണ്. അപ്പൊ അവിടെ ഭയങ്കര ബഹളമല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വണ്ടി നിറയെ ഭയങ്കരമായി അപകടം പറ്റിയ പോലീസ് പട്ടാളക്കാരുമായിട്ട് വരികയാണ്. അപ്പോൾ ലീവ് കഴിഞ്ഞ് യൂണിറ്റിലോട്ട് പോകുന്ന ആർമിക്കാരുടെ ഒരു സൈഡില് IED ബ്ലാസ്റ്റ് ആയിട്ട് അവരുടെ കണ്ണുകളും കൈകളും കാലുകളും എല്ലാം ഒടിഞ്ഞും തെറിച്ചു വന്ന ഒരു സീനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എറോ എന്തോ ആളുകൾ കുറവായിരുന്നു അവിടെ. അപ്പൊ ഞാൻ അവിടെ ഓടിച്ചെന്നു. ഞാനൊരു 4-5 പേരെ എടുത്തു. ഓരോരുത്തരെ എടുക്കുമ്പോൾ പല കാഷ്വാലിറ്റീസ് ആണ്. ഒരാളുടെ കണ്ണ് തൂങ്ങി കിടക്കുന്നു, ഒരാളുടെ കൈ ഒടിഞ്ഞിരിക്കുന്നു, ഒരാളുടെ കാല് 5ആയിട്ട് ഒടിഞ്ഞിരിക്കുന്നു, എല്ല് വന്നേക്കുന്നു. ഓരോരുത്തരും എടുത്തു കൊണ്ടുപോകുമ്പോൾ അടുത്ത ആൾ അതിനേക്കാളും സീരിയസ് ആണ്. കിടത്താൻ പറ്റാത്ത ഒരു സീന്. അന്ന് ഞാൻ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാനൊക്കെ ചെയ്യുന്ന എത്ര വലിയ ജോലിയാണ്. ആ കഷ്ടപ്പെട്ട അവര് സന്തോഷത്തോടെ അവധി ആഘോഷിച്ച് തിരിച്ചു വന്ന് ഒന്ന് വീട്ടിൽ വിളിച്ചു കാണുമെന്ന് അറിയത്തില്ല അവരെത്തിയ വിഷയം. അപ്പോഴത്തേക്ക് അവർക്ക് പറ്റിയൊരു അപകടം ഒരു ജീവിതത്തിലെ ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ആക്സിഡന്റ് ആണ്. പിന്നെ അതൊരു കുസൃതി ചോദിക്കാമല്ലോ അല്ലേ? ഈ പട്ടാളക്കാർക്ക് പൊതുവെ കോട്ടയൊക്കെ കിട്ടത്തില്ലേ? കോട്ട കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് ഈ കോട്ടായ കൊണ്ട് സമീപിക്കുന്ന രീതിയൊക്കെ ഒന്ന് പറഞ്ഞു?
ഈ കോട്ട എന്ന് പറയുന്നത് അവര് നിൽക്കുന്ന സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനായിട്ടും മാനസികമായ ഒരു പിരിമുറുക്കത്തിൽ നിന്നൊക്കെ വരാനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ മദ്യം കഴിക്കാത്ത ഒത്തിരിയേറെ ആർമിക്കാരും നേവിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് എല്ലാവരും മനുഷ്യരെന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റാണ്. അപ്പം നമ്മളും ആർമി ആണെങ്കിലും നമുക്ക് സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാണും, നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ കാണും, ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ കാണും, എക്സ്ട്രീം ക്ലൈമറ്റ്, തണുപ്പ്, അതുപോലെ ടെൻഷൻ, ഉറക്കമില്ലായ്മ, കുട്ടികളുടെ പഠനം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റിലാക്സിന്റെ രൂപത്തിലാണ് മദ്യത്തെ കാണേണ്ടത്. പക്ഷെ ഇന്നത്തെ യുവജ തലമുറ അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുള്ളതാണ്. മദ്യം ആർമിയില് ഒരു ലിമിറ്റഡ് ആണ്. അതായത് നിങ്ങൾ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം സുഖമായി ആ ക്ലൈമറ്റുമായിട്ട് സെറ്റായി ആഹാരം കഴിച്ചുറങ്ങാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ മദ്യമാണ് നിങ്ങൾ തരുന്നത്. ഈ 30 വർഷം ജോലി ചെയ്തിട്ട് അതിന്റെ ഇടവേളകളിൽ എപ്പോഴേലും ഈ ജോലി എനിക്കൊരു ഭാരമാണെന്ന് തോന്നിയിരുന്നു? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതൊരു പാഷനായിരുന്നു. കാരണം ജീവിതത്തിൽ ഞാൻ ആർമിയിൽ ചേരണമെന്നുള്ള എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ അച്ചാച്ചനൊരു സാധാരണ കൂലി ലേബറാണ്. അപ്പൊ ഞങ്ങൾ 6 ആൺപിള്ളേരാണ്. അപ്പം അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരാളെങ്കിലും ആർമിയിൽ പോകണം എന്നുള്ളത്, പട്ടാളത്തിൽ ചേരണം എന്നുള്ളത്. അപ്പം ഞാൻ പഠിക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആള് ഞാനായതുകൊണ്ടും എനിക്ക് അതിന്റെ പാഷൻ ഉണ്ടായതുകൊണ്ടും ഞാൻ അതിനുവേണ്ടി ശരിക്ക് മെനക്കെട്ട് പോയതാണ്. അപ്പം ഒരിക്കലും നമ്മൾ ഒരു ബാധ്യതയായിട്ടോ ഒരു സങ്കടമായിട്ടോ നമ്മൾ ആ ജോലി കണ്ടിട്ടില്ല. എപ്പോഴും നല്ല സന്തോഷത്തോடு തന്നെയാണ്. നിങ്ങൾ ലീവിന് വരുമ്പോഴേ പൊതുവെ ഈ ലീവിന് വന്നിട്ട് പോകുമ്പോൾ കുടുംബത്തിനൊക്കെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും തിരിച്ചു പോകുന്ന സമയത്ത് കുടുംബമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു സങ്കടം വരുമ്പോൾ? അത് ഞാൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ഫാമിലിയെ കൂടെ വെച്ചു, പിള്ളേരെ കൂടെ വെച്ചു, നിങ്ങൾക്ക് എല്ലാ സൗകര്യം തരാം. പക്ഷെ ലീവ് നിങ്ങൾ കുറച്ചേ എടുക്കാറുള്ളൂ. എടുത്തോ 10 ദിവസം 7 ദിവസം എടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വരാം. കാരണം നിങ്ങൾ ഒത്തിരി മറ്റ് ആർമിക്കാർ പോകുന്ന കണക്ക് 2 മാസം 1 മാസം ഒക്കെ പോയി കഴിഞ്ഞാല് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏരിയ നോക്കുന്ന ആളാണെങ്കിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്ന ഫോൺ കോള്, രാത്രിയിലാണേലും വരുന്നത്, അതുപോലെ വലിയ വലിയ ഓഫീസേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും നമ്മൾ അവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത് 10 ദിവസം അല്ലെ 2 ആഴ്ച എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പൊ കിട്ടുമ്പോഴേ എന്തെങ്കിലും ഫ്ലൈറ്റ് പിടിച്ചാൽ നമ്മൾ കയറി തിരിച്ചു പോകുമ്പം വൈഫിന്റെ കരച്ചിലും പിള്ളേരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. ചില സമയങ്ങളിൽ ഞാൻ പല പ്രാവശ്യം, ഒരു പ്രാവശ്യത്തല്ല, ഇവരുടെയൊക്കെ അങ്ങോട്ട് ഒരു ദിവസത്തേക്കൊക്കെ ആയിരിക്കും അവര് കരഞ്ഞപേക്ഷിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ പൈസ നഷ്ടമല്ല, ഭാര്യയുടെയും മക്കളുടെയും സന്തോഷം നമ്മൾ കൊടുക്കാനായിട്ട് 1 ദിവസം 2 ദിവസമൊക്കെ വിളിച്ച് സാറേ എനിക്ക് 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് വന്നോട്ടെ, അതൊന്ന് പെർമിഷൻ മേടിച്ച് റൈറ്റിങ്ങിലും നമുക്ക്, കാരണം ചുമ്മാ ഇരുന്നുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വിളിച്ച് പറഞ്ഞ് പറ്റുകയില്ല. അതുപോലെ ഈ 30 വർഷം ജോലി ചെയ്തില്ലേ, ഈ 30 വർഷം ജോലി ചെയ്തിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മളൊന്ന് പറയുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ പിന്നെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ BJP ഭരിക്കുന്നുണ്ട്. ഗവൺമെന്റുകളുടെ സമീപനം ഈ പിന്നെ ഈ ഇന്ത്യൻ മിലിറ്ററിയോട് എങ്ങനെയാണ് ഏറ്റവും നല്ല സമീപനം നടത്തിയത്? രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും പറയണ്ട, നമ്മൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയണ്ട. ഇല്ല, ഒരു ആർമിക്കാർ എന്ന നിലയിൽ ഞങ്ങൾ ഒരിക്കലും, ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഇല്ല. ഞങ്ങൾക്ക് ഒരു ജാതി ഒരു മതം എന്ന ഒരിതാണ്. ഞങ്ങളുടെ മതപരമായ ചടങ്ങുകളാണേലും അത് ക്രിസ്ത്യാനികളുടെ ആണേലും മുസ്ലിമിന്റെ ആണേലും ഹിന്ദുവിന്റെ ആണേലും എല്ലാവരും പോകണം, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതൊരു പരേഡ് തന്നെയാണ്. അതിനകത്ത് വേർതിരിവുകളില്ല. അത് ഏത് ഭാഷക്കാരനാണ്, ഏത് ജാതിയാണ്, അവൻ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ നോക്കത്തില്ല. ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിമിന്റെ ആണെങ്കിൽ എല്ലാവരും പോകണം, ഹിന്ദുവിന്റെ ആണെങ്കിൽ എല്ലാവരും പോകണം, ക്രിസ്ത്യാനി ആണെന്നാണ് എല്ലാവർക്കും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ 2 ഇടത്ത് അമ്പലത്തിന്റെ ഇൻചാർജാണ്. അപ്പം അവിടുത്തെ ഞാൻ വിശാഖപട്ടണത്ത് മഹാരാഷ്ട്രയില് അവിടെ ഒരു ദത്താത്രേയ അമ്പലം ഉണ്ടായിരുന്നു. വളരെ എല്ലാ വർഷവും ഒരു അമ്പലത്തിന് എല്ലാവർക്കും ഇത് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ അതിനെ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത്, കാരണം അമ്പലം എല്ലാം ഒന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി. അപ്പൊ അവർക്കെല്ലാം വലിയ ഇതായിട്ട് എന്നെ പിടിച്ച് എന്റെ ഇൻചാർജ് ആക്കി.
അപ്പൊ അവിടെ പൂജകളും എല്ലാം നടക്കുമ്പം എനിക്ക് ഭാഷയുടെ പ്രശ്നം, ഹിന്ദു സംസ്കാര പ്രാർത്ഥനകളുടെ ഒക്കെ ബുദ്ധിമുട്ട്. പക്ഷെ അവർക്ക് വന്നിട്ട് ഞാനില്ലാതെ ഒരു പൂജയും ചെയ്യാൻ പറ്റില്ല. അവർ എന്നെ മുന്നിൽ നിർത്തിയാണ് പൂജ തുടങ്ങുന്നത്, പൂജ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവര് ഇങ്ങനെ നമ്മൾ ഗോത്രം ജാതി ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് ക്രിസ്ത്യൻ അല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പൊ അവര് നമ്മളെ വെച്ച് പൂജ, അവർക്ക് നമുക്ക് അതുപോലെ വില തരുന്നതാണ്. രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞില്ലെങ്കിലും അതുപോലെ തന്നെ ഒരു വലിയ അവരുടെ ഒരു മന്ദിറില് ഗണപതിയുടെ പ്രതിഷ്ഠ ഞാൻ ചെയ്യാനൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനല്ലാതെ പ്രതിഷ്ഠ ചെയ്യേണ്ടെന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനെ കൂടെ വിളിച്ചു. കാരണം നമുക്കിത് വലിയൊരു ഇഷ്യൂ ആണ്. അവർക്ക് വന്നിട്ട് ഞാൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു ഇതിന്റെ സാധനം അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ കുളിച്ച് എല്ലാം വൃത്തിയായി ഒരു ബ്രാഹ്മണനെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പിടിച്ച് അവിടെ വെച്ച് തരാം, അല്ലാതെ എനിക്ക് ഇതെന്ത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അത് മതി. അപ്പൊ അവർക്കെല്ലാം വലിയ സന്തോഷമാണ്. കാരണം ആ മന്ദിരം ഒത്തിരി വർഷത്തെ അവരുടെ ആഗ്രഹമായിരുന്നു. അവരോട് കോൺട്രാക്ടർമാരോട് നമ്മൾ ആ മന്ദിരമൊക്കെ ഉണ്ടാക്കി അതിന്റെ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഇതുണ്ട്. ഈ റിട്ടയർഡ് ആയ സമയത്ത് കൂടെ ജോലി ചെയ്തവരെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില സമയങ്ങളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും എല്ലാം വരും. കാരണം നമ്മുടെ അറ്റാച്ച്മെന്റ് അതുപോലെ ആയിപ്പോ. നമ്മളൊരു വീട് പോലെ, ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് എല്ലാവരും. അതിനകത്ത് നമ്മുടെ സ്റ്റാഫ് എന്നുള്ളതല്ല, നമ്മുടെ ഒരു സഹോദരൻ എന്ന രീതിയിലാണ് എല്ലാവരും അങ്ങോട്ട്. കാരണം ആർക്കൊരു അപകടം പറ്റിയാലും അസുഖം വന്നാലും അതെല്ലാവരെയും ബാധിക്കും. ഒരാൾക്കൊരു അസുഖം വന്നാലും അത് ക്യൂർ ആകുന്നതിന് കൂടുതൽ ഒരാളെ വിടും. ഇപ്പം ബഡ്ഡി സിസ്റ്റമാണ്, ഒരാൾ എന്നുള്ള സിസ്റ്റമാണ്. അപ്പം അസുഖം വന്നു കഴിയുമ്പോഴും, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തിയവരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പൂർണ്ണ തൃപ്തനായിട്ടാണ് ഇന്ത്യൻ കരസേന എന്ന് താങ്കൾ വിരമിക്കുന്നത്, ശരിയല്ലേ? സത്യം പറയാൻ ഒരു വിഷമം പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പ്രൊമോഷൻസ് എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ആർമിയിൽ സുബേദാർ മേജറായിട്ട് റിട്ടയർ ആയത്. ഏത് പൊസിഷൻ? സുബേദാർ മേജറായിട്ട്. സുബേദാർ മേജർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോലീസിൽ പറഞ്ഞാൽ ഏത് തസ്തികയിലായിരിക്കും? CI ആണ്. അപ്പം അത് വന്ന് കഴിയുമ്പോൾ ആ ഒരു ആ പ്രൊമോഷൻ കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് അന്ന് മുതൽ 4 വർഷം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എന്റേത് വന്ന് ഇങ്ങനെ സ്പീഡിലായതുകൊണ്ട് 8 ആദ്യത്തെ പ്രൊമോഷൻ വന്നു, 11 വന്നു, ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനായിട്ട് നിർത്തി. കാരണം ഇത്ര പെട്ടെന്ന് ഞാൻ വെളിയിൽ വന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 25 വർഷം വരെ കഴിഞ്ഞ് പ്രൊമോഷൻ മതി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ 29 ഞാൻ ഇറങ്ങിയത്. ചേട്ടാ, നമ്മള് സത്യം പറയാനും സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമാണ് നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. നമ്മുടെ ചാനലിൽ ഒരു ചേഞ്ച് ആണ്. ചേട്ടൻ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ എങ്കിലും ഇതുപോലുള്ള ചാനലിനെ കുറിച്ചൊക്കെ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവുമല്ലോ? എന്താ താങ്കൾ പറയാനുള്ളത്? ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ് ചേഞ്ച് എന്ന ചാനല്. കാരണം അതിനകത്ത് ഒത്തിരി ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ കൃത്യമായി സത്യമായി പറയാൻ ശ്രമിക്കുന്ന ഒരു ചാനൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള നല്ല ചാനല് വരണം. നല്ല ആൾക്കാരെ സമൂഹത്തിന്റെ മാധ്യമത്തിൽ സമൂഹത്തിന് മുന്നിലേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് അവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്തോ, മറ്റുള്ളവരെ ഡൗൺ ഗ്രേഡ് ചെയ്തോ, ഇൻസൾട്ട് ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്തതിനേക്കാൾ ഉപരി ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലൊരു ഇതാണ്. നമസ്കാരം. നിങ്ങൾ കേട്ടല്ലോ, 30 വർഷമായിട്ട് ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്ത ഒരു ചേട്ടായിയാണ് പറഞ്ഞത്. ഈ ചേട്ടായി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഈ ചേട്ടായി വലിയ ആഗോള തലത്തിൽ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല. എന്താണ് മിലിറ്ററി, എന്താണ് ഈ പ്രതിരോധ സംവിധാനം, എന്താണ് ഗവൺമെന്റും സോൾജിയറും തമ്മിലുള്ള ഒരു 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 അറ്റാച്ച്മെന്റ്, ഇതൊക്കെ അറിയാൻ വേണ്ടി, അവരുടെ കുടുംബത്തെ പറ്റി അറിയാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്തത്. ഇത്രയും നേരം ഈ നമ്മുടെ ചാനൽ കണ്ടതിൽ, അല്ലെങ്കിൽ ഈ ചേട്ടായി നമ്മളോടൊപ്പം വന്നതിൽ ചേട്ടായിക്ക് ഒരു ഹായ് കൊടുക്കട്ടെ. നമ്മളെ ശ്രദ്ധിച്ച എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.